പ്രൊട്ടസ്റ്റിന് വേണ്ടി ആ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ചെയ്തതിൻ്റെ അടിയിൽ വന്നിട്ട് ഇതും കണ്ടൻ്റ് ആക്കുകയാണോ എന്ന് ചിലർ ചോദിക്കുന്നു. നിങ്ങൾ കണ്ടന്റിന് വേണ്ടി, റീച്ചിന് വേണ്ടി ഈ സമരത്തെ ഇങ്ങനെ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം ആണ് പ്രധാനമായിട്ടുണ്ടാകുന്ന പ്രശ്നം. ഇത് ഞാൻ പറയുന്നത് ഇത് ഈ പഴയ ജനറേഷൻ്റെ പ്രശ്നമാണ്. ഏത് ഈ വാട്സപ്പ് ഫേസ്ബുക്ക് ജനറേഷൻ്റെ പ്രശ്നമാണ്. ഇത് പുതിയ ജനറേഷൻ ഇതൊരു പ്രശ്നമേ അല്ല. ഈ ഗെറ്റ് റെഡി വിത്ത് മീ സാധനം ചെയ്യുന്നു വെച്ചാൽ അതിനെന്താ പ്രശ്നം? ഞാനൊരു പ്രൊട്ടസ്റ്റിന് പോവുകയാണ്, നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുന്നു പറഞ്ഞാൽ ആ പ്രൊട്ടസ്റ്റിൻ്റെ കോസിലേക്കല്ലേ വ്യൂവേഴ്സിനെ ആ ആൾ കൊണ്ടുപോകുക, ഇൻഫ്ലുവൻസർ. അതിനെന്താ പ്രശ്നമുണ്ടെന്നായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇതിനെതിരായിട്ട് ഞാൻ ഇതിനെ കാണുന്നത് വേറെ രീതിയിലാണ്. ഇതിനെതിരായിട്ടുള്ള ക്യാമ്പയിൻ, അതായത് ഇപ്പോൾ ജന്തർ മന്ദറിൽ നടക്കുന്ന പ്രൊട്ടസ്റ്റ് ഏറ്റവും കൂടുതൽ അതിന് ട്രാഫിക് ഉള്ളത് ഇൻസ്റ്റാഗ്രാമിലാണ്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നടക്കുന്ന പ്രൊട്ടസ്റ്റിനെതിരായിട്ടുള്ള എതിർ ക്യാമ്പയിൻ നടക്കുന്ന യഥാർത്ഥത്തിൽ ഇൻസ്റ്റാഗ്രാമിലല്ല. അതാണ് അതിൻ്റെ രസകരമായ കാര്യം. വാട്സപ്പിലാണ്. എനിക്ക് ഇന്നലെ ഇന്ന് നോക്കിയായിട്ട് ധാരാളം സാധനങ്ങൾ മിത്രങ്ങൾ ഫോർവേഡ് ചെയ്ത് തരുന്നുണ്ട്. പാകിസ്ഥാൻ ഫണ്ടിങ്, ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമി പിന്തുണച്ചുകൊണ്ടുള്ള കത്ത്, പിന്നെ വേറെ എന്തൊക്കെയോ അമേരിക്കയുടെ ഫണ്ട്, അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ ഇവർ തെറി വിളിക്കുന്നു, മോദിയെ തെറി വിളിക്കുന്നു. ഇങ്ങനെയൊക്കെയാണോ സമരക്കാർ ചെയ്യുക? ഇങ്ങനെയൊക്കെ തെറി വിളിക്കാൻ പറ്റുമോ? സമരം ചെയ്യുന്നതിന് തെറി പറഞ്ഞാൽ ശരിയാണോ? പിന്നെ മാധ്യമപ്രവർത്തകരോട് മിസ്ബിഹേവ് ചെയ്യുന്നു. ആരാ പറയുന്നത് ഓർക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടൻറ്റുകളാണ് അയച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പക്ഷേ ഈ പ്രചാരണം ഇവിടെ നടക്കുന്നതെന്ന് വെച്ചാൽ ഫേസ്ബുക്കിലും വാട്സപ്പിലുമാണ്. ഈ മണ്ടന്മാർ വിചാരിക്കേണ്ട കാര്യം, ഈ ക്യാമ്പയിൻ ഫേസ്ബുക്കിലും വാട്സപ്പിലും നടത്തിയിട്ട് ഒരു കാര്യമില്ല. ഈ സമരത്തെ തകർക്കാനുള്ള എതിർ ക്യാമ്പയിൻ നിങ്ങൾ നടത്തേണ്ടത് ഇൻസ്റ്റയിലാണ്. ഇൻസ്റ്റയിൽ അത് നടക്കില്ല. കാരണം ഇൻസ്റ്റയുടെ ആൽഗരിത പ്രകാരം അതിന് എന്ത് കിട്ടില്ല, റീച്ച് കിട്ടുന്നില്ല. അവിടെ റീച്ച് കിട്ടുന്ന എന്തിനാണ്? പ്രൊട്ടസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ്. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നു? ഇവരിപ്പോഴും അഡ്രസ്സ് ചെയ്യുന്ന ആരെയാണ്? ഈ പറയുന്ന വാട്സപ്പ് ജനറേഷനെയാണ്. വാട്സപ്പ് ജനറേഷനോട് പറയുകയാണ് ഇത് സമരം ഭയങ്കര ബോറാണ് കേട്ടോ എന്ന് പറയണം. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾ അവരുടെ മില്ലിനിയൽസ് ആയിട്ടുള്ള പേരൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന റീൽസ് കൂടിയുണ്ട്. മമ്മി ഞാൻ പ്രൊട്ടസ്റ്റിലാണ് എന്ന് പറഞ്ഞിട്ട് ഉള്ള വീഡിയോസ് കണ്ടിട്ടുണ്ടോ? ഈ കുട്ടികളെ അങ്ങോട്ട് പറഞ്ഞയക്കുന്നത് ഈ മില്ലിനിയൽസാണ്. മനസ്സിലാക്കേണ്ട കാര്യം, ഈ മില്ലിനിയൽസിനെ, അതായത് എൻ്റെയൊക്കെ പ്രായമുള്ള ആളുകളെ ഈ വിദ്യാർത്ഥികൾ, ഈ കുട്ടികൾ സ്വാധീനിക്കുന്നതാണ്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ളതാണ് അതിന് മനസ്സിലാക്കേണ്ടത്. അവരുടെ നിലപാടുകളെ കൂടി രാഷ്ട്രീയത്തെ കൂടി മാറ്റാൻ ഈ കുട്ടികൾക്ക് കഴിയുന്നു. അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമായിരുന്നു തമിഴ്നാട്ടിൽ കണ്ടത്. തമിഴ്നാട്ടിൽ വിജയെ കൊണ്ടുവന്നാരാ? ജെൻസിയാണ്, ഇൻസ്റ്റാഗ്രാമാണ്. വിജയെ മുഖ്യമന്ത്രിയാക്കിയത് ഇൻസ്റ്റാഗ്രാമാണ്. എങ്ങനെ ഇൻസ്റ്റാഗ്രാം ആക്കിയത്? ഇൻസ്റ്റാഗ്രാമിലെ റീൽസ് കൺസ്യൂം ചെയ്യുന്ന വിജയ്ക്ക് വേണ്ടി സപ്പോർട്ടേഴ്സ് ആയിട്ടുള്ള പുതിയ തലമുറ വോട്ടർമാർ, 18 വയസ്സ് കഴിഞ്ഞാൽ 18-25 വയസ്സ് ഇടയ്ക്കുള്ള വോട്ടർമാർ, അവരുടെ പേരൻസിനെ സ്വാധീനിച്ചാണ് വിജയ്ക്ക് വിജയം ഉണ്ടായത്. അവർ വീട്ടിൽ ഇത്തവണ വിജയ്ക്ക് വോട്ട് ചെയ്യണം, അമ്മ, അപ്പ, ചേട്ടാ, ചിത്ത, നിങ്ങൾ വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് ആ വോട്ട് വിജയ്ക്ക് കൊണ്ടുവന്നത്. വിജയിയെ യഥാർത്ഥത്തിൽ വിജയിപ്പിച്ച ഇൻസ്റ്റാഗ്രാമാണ്. പുതിയ വോട്ടർമാർ, 18 വയസ്സ് കഴിഞ്ഞ വോട്ടർമാർ. സമാനമായൊരു ട്രാൻസ്ഫോർമേഷൻ ഇവിടെയും കാണുന്നുണ്ട്. നമ്മൾ ഇവിടെ കാണുന്നത് എന്താ? ഈ പ്രൊട്ടസ്റ്റിനൊപ്പം നിൽക്കണം എന്ന് മക്കൾ പറഞ്ഞു. ചിലപ്പോൾ ഇവരുടെ പേരൻസൊക്കെ BJP വോട്ട് ചെയ്യുന്നവരായിരിക്കും, മോദിക്ക് വോട്ട് ചെയ്തുകൊണ്ടിരുന്നവരായിരിക്കും. പക്ഷെ അവരെ കൂടി ഇൻഫ്ലുവൻസ് എന്ന രീതിയിൽ ഇതിൻ്റെ ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അതാണ് പറയുന്നത്, ഇതിൻ്റെ വ്യാപ്തി ഇപ്പോൾ ഈ ജന്തർ മന്ദറിൽ നമ്മൾ കാണുന്നതല്ല ഇതിൻ്റെ വ്യാപ്തി. ഇതിൻ്റെ വ്യാപ്തി അതിനും വിശാലമാണ്. ഒരുപക്ഷെ ഇന്ത്യയിൽ നടക്കാൻ പോകുന്ന, കഴിഞ്ഞ 12 വർഷത്തിനിടെ നടക്കാൻ പോകുന്ന ഏറ്റവും വലിയ ദിശാമാറ്റം, രാഷ്ട്രീയ ദിശാമാറ്റമായിരിക്കും ഈ ജന്തർ മന്ദർ സമരം എന്ന് പറയാൻ കാരണം ഇതിൻ്റെ റീച്ച് വേറെ രീതിയിലാണ് പോകുന്നത്. അത് പ്രെഡിക്റ്റ് ചെയ്യാനോ അത് തടയാനോ BJP കഴിഞ്ഞില്ല എന്നുകൊണ്ട് മാത്രമാണ് അത് വ്യാപിക്കുന്നത്. അവരിപ്പോഴും എന്ത് ചെയ്യുന്നു? അവരിപ്പോഴും എക്സിലും ഫേസ്ബുക്കിലും വാട്സപ്പിലും വഴി അവരുടെ ക്യാമ്പയിൻ ചെയ്യുന്നു. പക്ഷേ ഈ ക്യാമ്പയിൻ നടക്കുന്നത് ഇൻസ്റ്റയാണ് ഏറ്റവും കൂടുതൽ ആൾ കൺസ്യൂം ചെയ്യുന്നത് എന്ന വിവരമില്ലാതെ അവരിപ്പോഴും നറേറ്റീവ് ബിൽഡ് ചെയ്യാൻ എക്സാണ് നല്ലത്. ഇപ്പോൾ എക്സിലാണ് മുതിർന്ന ആളുകൾ, ബുദ്ധിജീവികൾ, മാധ്യമപ്രവർത്തകർ, രാഷ്ട്രീയ പ്രവർത്തകർ എക്സാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നറേറ്റീവ് ബിൽഡ് ചെയ്യാൻ എക്സാണ് നല്ലത്. അതുപോലെ മുതിർന്ന ആൾക്കാർക്ക് വേണ്ടി, ഒപ്പീനിയൻ ക്രിയേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി ഫേസ്ബുക്ക്, പിന്നെ അമ്മാവന്മാർക്ക് വേണ്ടി വാട്സപ്പ്. ഇതാണ് ഇപ്പോഴും അവരുടെ സ്ട്രാറ്റജി. ആ സ്ട്രാറ്റജി പാളിപ്പോയി. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ആ സ്ട്രാറ്റജി പാളിപ്പോയി. പുതിയ തലമുറ അവരുടേതായ രീതിയിലാണ് ഈ സമരം കൊണ്ടുവന്നത്. നിങ്ങൾ സേഫ് എന്നെങ്കിലും ഇത്തരം ഒരു സമരം, ഇത്തരം മുദ്രാവാക്യങ്ങൾ അവർ ചിരിച്ചുകൊണ്ട് ഡാൻസ് ചെയ്യുകയാണ്. അവരുടെ ഒരു പാട്ടിലൊരു വരി നിങ്ങൾ ശ്രദ്ധിക്കണം. ശ്രീജിത്ത് പോസ്റ്റ് ചെയ്തതിൽ ഒരു വരി ഞാൻ ശ്രദ്ധിച്ചതാണ്. മുൻപ് ഭയം ഭരിച്ചിരുന്ന തെരുവുകളിൽ ഇനി ഡാൻസ് നടക്കും. എമ്മാതിരി പൊളിറ്റിക്കലാണ്, എന്തൊരു പോയറ്റിക്കാണ്. അച്ഛൻ ഒരു സാധാരണ AI ഉപയോഗിച്ച് ചെയ്തൊരു മ്യൂസിക് വീഡിയോ ആണ്. അതിലെ വരികൾക്ക് പോലും ആഴമുള്ള പൊളിറ്റിക്സാണ്. അപ്പോൾ ഇതിൻ്റെ വ്യാപ്തി എനിക്ക് തോന്നുന്നു മോദിക്ക് അമിത്ഷായ്ക്ക് മനസ്സിലായിട്ടുണ്ട്. ഇത് യഥാർത്ഥത്തിൽ മനസ്സിലാക്കാത്തത് നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള മാധ്യമങ്ങൾ, ട്രഡീഷണൽ ആയിട്ടുള്ള പാർട്ടികൾ, രാഷ്ട്രീയ പാർട്ടികൾ, ഇവർക്കിതിപ്പോഴും പിടികിട്ടിയിട്ടില്ല. ഇതിൻ്റെ ഒരു ട്രജക്ടറി വേറെ ആയിരിക്കും സേഫ് എഴുതി വെച്ചു.